ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു വാർത്തയാണ്. പ്രത്യേകിച്ച് റഷ്യ ഉക്രൈൻ യുദ്ധം അതെങ്ങനെയാണ് ഉക്രൈന് സഹായകരമായത്, ഉക്രൈൻ ആ യുദ്ധത്തിനെ ഏത് രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇന്ത്യക്കുണ്ടാകുന്ന ദോഷം എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. പ്രത്യേകിച്ച് ഈ വിഷയം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴായിട്ട് ഈ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വാർത്തയാക്കുമ്പോൾ പലരും ഇവിടെ നിങ്ങൾ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, റഷ്യയാണ് അഗ്രസർ, റഷ്യ തീവ്രവാദപരമായിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നത്, റഷ്യയാണ് ഉക്രൈൻ്റെ സ്ഥലങ്ങൾ ആക്രമിച്ചത്. യെസ്, റഷ്യ തന്നെയാണ് ഉക്രൈൻ്റെ സ്ഥലങ്ങൾ ആക്രമിച്ചത്, അതിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉക്രൈനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, റഷ്യയും സപ്പോർട്ട് ചെയ്യുന്നില്ല. നടക്കുന്ന വിഷയങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിൽ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ഒരു സൈഡിൽ മാത്രം ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്ത് യുദ്ധം വിജയിക്കുകയാണെന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ചിലർക്ക് നമ്മൾ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ള നിർബന്ധ സ്വഭാവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ എന്തെങ്കിലുമൊക്കെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അത്തരത്തിലുള്ള കമൻറ്റുകൾ അവർ രേഖപ്പെടുത്താറുണ്ട്. പക്ഷെ ഞാനതിനെ മൈൻഡ് ചെയ്യാറില്ല. ഉക്രൈൻ്റെ പൊതു സ്വഭാവം അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഉക്രൈൻ്റെ ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡ് എന്താണെന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാനോടൊപ്പമാണ്, ഉക്രൈൻ ഇന്ത്യയോടൊപ്പമല്ല. ഇത് നമ്മൾ കശ്മീരിൽ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്ത സമയത്ത് ഉക്രൈൻ UN പാകിസ്ഥാനോടൊപ്പം നിലപാടെടുത്തിരുന്ന രാജ്യമാണ്. നമ്മൾ വളരെ ശ്രദ്ധേയമായിട്ട് നോക്കിക്കാണേണ്ടതാണിത്. അന്ന് റഷ്യ ഉക്രൈൻ യുദ്ധമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ പലപ്പോഴായിട്ട് പല അന്താരാഷ്ട്ര വേദികളിലും ഉക്രൈൻ പാകിസ്ഥാനോടൊപ്പം നിൽക്കുന്ന രാജ്യമാണ്. അത് അവർ പലപ്പോഴായിട്ട് തെളിയിച്ചിട്ടുണ്ട്. പല സാഹചര്യങ്ങളിലും അവരത് തെളിയിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ പോട്ടെ, അതൊക്കെ പഴയ കഥകളാണ്. ഇപ്പം ഇതിനെന്താണ് പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസക്തിയുണ്ട്. വീണ്ടും ഉക്രൈൻ അതുപോലെ തന്നെ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. മേജർ ഡ്രോൺ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറിയിരിക്കുകയാണ് ഉക്രൈൻ. അതിന് കാരണമായി തീർന്നത് അവർക്ക് കിട്ടിയ എക്സ്റ്റെൻസീവ് എക്സ്പീരിയൻസ്, വാർഫീൽഡ് എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് റഷ്യ ഉക്രൈൻ വാർ. അതാണ് പ്രധാനമായിട്ട് അവർക്ക് കിട്ടിയ എക്സ്പീരിയൻസ്. ഉക്രൈനിയൻ കമ്പനീസ് ഡെവലപ്പിംഗ് ലോങ് റേഞ്ച് ആൻഡ് ടാക്ടിക്കൽ സ്ട്രൈക്ക് ഡ്രോൺസ്, അതാണ് അവർ നിർമ്മിക്കുന്നത്. അതിൽ FP1 ഡ്രോൺ. ഈ FP1 ഡ്രോണിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഡിസൈൻഡ് ഫോർ ഡീപ്പ് സ്ട്രൈക്ക് മിഷൻസ്, ഡീപ്പ് സ്ട്രൈക്സ് നടത്താൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ടതാണ് ഈ ഡ്രോൺ. 2600 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് ചെന്ന് ആക്രമണം നടത്താനുള്ള കപ്പാസിറ്റി ഈ ഡ്രോണിനുണ്ട്. അത് തെളിയിച്ചിട്ടുമുണ്ട്. റഷ്യക്കുള്ളിൽ മോസ്കോയുടെ അപ്പുറത്തേക്ക് വരെ ചെന്ന് അറ്റാക്ക് നടത്തി അത് തെളിയിച്ചിട്ടുണ്ട്. ട്രാക്ക് റെക്കോർഡ് പ്രൂവനാണ്. ഇനി FP2 ഡ്രോൺ രണ്ടാമത്തെ കാറ്റഗറി ഡ്രോണാണ്. ഇൻറ്റൻഡഡ് ഫോർ ഷോർട്ട് റേഞ്ച് ഫ്രണ്ട് ലൈൻ അറ്റാക്സ്. ഇൻറ്റൻഡഡ് ഫോർ ഷോർട്ട് റേഞ്ച് ഫ്രണ്ട് ലൈൻ അറ്റാക്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് നിർമ്മിച്ച ഡ്രോണാണ്. ക്ലെയിംഡ് റേഞ്ച് അറൗണ്ട് 200 കിലോമീറ്റർ വിതിൻ, 200 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ ഒരു ഡ്രോൺ 2600 കിലോമീറ്ററിൻ്റെ അപ്പുറത്തേക്ക് ടാർഗറ്റ്, മറ്റൊരു ഡ്രോൺ 200 കിലോമീറ്ററിൻ്റെ പരിധിക്കുള്ളിലുള്ള ആക്രമണങ്ങൾ. ഇപ്പോൾ രണ്ട് തരത്തിലാണ് ഈ ഡ്രോൺ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഉക്രൈൻ യുദ്ധം നടത്തുന്നു, ഉക്രൈൻ ഡ്രോൺ നിർമ്മിക്കുന്നു, അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് എന്താണ് പ്രശ്നം? ഇന്ത്യക്ക് സ്ട്രാറ്റജിക് ആയിട്ടുള്ള കൺസേൺ എന്താണ്? ഇപ്പോൾ ഇന്ത്യയുടെ ആശങ്ക എന്ന് പറഞ്ഞാൽ ഈ ഉക്രൈൻ്റെ ഡ്രോൺ ഇന്ത്യയുടെ ഡീപ്പ് റേഞ്ചിലേക്ക് ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇപ്പം ഇന്ത്യയെ കുറച്ച് ആശങ്കപ്പെടുത്തുന്നത്. അതിന് കാരണം വേറെ ഒന്നുമില്ല, പാകിസ്ഥാൻ ഉക്രൈനുമായിട്ട് ഈ ഡ്രോൺ നിർമ്മാണ കരാർ ഒപ്പിടാൻ പോകുന്നതായിട്ട് ചില വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഡ്രോൺ അറ്റാക്കിംഗ് കപ്പാസിറ്റി അത് ബിയോണ്ട് ദ ലിമിറ്റേഷൻസിലേക്ക് പോകും എന്ന് ഇന്ത്യ കരുതുന്നുണ്ട്. അത്തരത്തിൽ ഉക്രൈനും പാകിസ്ഥാനും തമ്മിൽ ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇത് ലോ കോസ്റ്റ് വാർഫെയർ ആണ്. കാരണം ഉക്രൈൻ നിർമ്മിക്കുന്ന ഡ്രോൺ ചീപ്പർ കോസ്റ്റിൽ നിർമ്മിക്കുന്ന ഡ്രോണാണ്. കൺവെൻഷനലി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എയർക്രാഫ്റ്റ് ത്രൂ മിസൈൽ അറ്റാക്കിനേക്കാളും വളരെ വളരെ ചെലവ് കുറഞ്ഞ ഇൻഎക്സ്പെൻസീവ് ആക്രമണങ്ങൾ നടത്താൻ കപ്പാസിറ്റിയുള്ള സാധനങ്ങളാണ് ഉക്രൈൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെല്ലാം വിലപേശൽ നടത്തിക്കൊണ്ടിരുന്നതും. മിഡിൽ ഈസ്റ്റിലുള്ള പല രാജ്യങ്ങൾക്കുള്ളിലും ഞാൻ ഡ്രോൺ നിർമ്മിച്ച് തരാം, എനിക്ക് ഫണ്ട് തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതും. ഉക്രൈനാണെന്നുണ്ടെങ്കിൽ ഈ ഡ്രോൺ നിർമ്മിക്കുന്നതിൽ മാസ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട് താനും. ലാർജ് നമ്പർ ഓഫ് ഡ്രോൺസ് വളരെ റാപ്പിഡായിട്ട് തന്നെ ഉക്രൈന് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇനി വൺ വേ അറ്റാക്ക് കേപ്പബിലിറ്റി, അതും മറ്റൊരു പ്രത്യേകതയാണ്. പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള സുസൈഡ് ഡ്രോണുകൾ ഉക്രൈൻ്റെ സഹായത്തോടു കൂടി നിർമ്മിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്
ഇന്ത്യ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയുടെ എയർ ഡിഫൻസിന് ഒരു ചാലഞ്ച് സൃഷ്ടിക്കുകയാണ്. കാരണം ഉക്രൈനും പാകിസ്ഥാനും തമ്മിൽ ഡ്രോൺ നിർമ്മിക്കാൻ ധാരണയാവും. അത് ഓൾമോസ്റ്റ് ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പം സെലൻസ്കി ഈ ഡ്രോൺ നിർമ്മാണം ഇന്ത്യയിലേക്ക് തരില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്കും തരും, പാകിസ്ഥാനും കൊടുക്കും, സെലൻസ്കി ആർക്ക് വേണമെങ്കിലും കൊടുക്കും. അയാളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കെതിരെയുള്ള രാജ്യത്തിന് കൊടുക്കരുതെന്നുള്ള ആ ഒരു ധാർമ്മികതയൊന്നും സെലൻസ്കി കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഉക്രൈൻ അവരുടെ ഡിപ്ലോമാറ്റിക് നിലപാട്, ഫോറിൻ പോളിസി പണ്ടേ ഇന്ത്യക്കെതിരാണ് എന്ന് പറയുന്നതിൽ ഉപരിയായിട്ട് ഇന്ത്യയെ മൈൻഡ് ചെയ്യാതെയുള്ള പോക്കാണ് അവർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാലത്തും നമ്മളെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഉക്രൈൻ തീർച്ചയായിട്ടും പാകിസ്ഥാൻ അവരുമായിട്ട് ചേർന്ന് ഡ്രോൺ നിർമ്മാണം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആർക്കും തടയാൻ കഴിയില്ല. സെലൻസ്കി അത് നടപ്പിലാക്കിയിരിക്കും. അത് ഇന്ത്യക്ക് ദോഷം ചെയ്യും, 100% ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ ഉക്രൈനെ പിന്തുണയ്ക്കുന്നവരും റഷ്യയെ പിന്തുണയ്ക്കുന്നവരും ഇവിടെ വന്ന് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഉക്രൈൻ അവരുടെ പ്രവൃത്തി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇന്ത്യ ഇപ്പം എങ്ങനെ ഡ്രോൺ ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്ത്, നമ്മുടെ അടുത്ത് ഡ്രോൺ ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള ടെക്നോളജി ഉണ്ട്, പക്ഷെ അത്ര എഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ രാജ്യമൊട്ടാകെ എങ്ങനെ സുരക്ഷിതമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ഈ പ്രോജക്റ്റ് എന്നാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ വലിയ മിസൈൽ സിസ്റ്റത്തിനെതിരെയുള്ള ഇൻ്റർസെപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതേപോലത്തെ ഡ്രോൺ സിസ്റ്റത്തിനെ ഇത്ര എഫിഷ്യൻ്റ് ആയിട്ട് ചേർത്ത് തോൽപ്പിക്കുന്നു എന്നുള്ളതിലാണ് നമ്മളുടെ ഭാവിയിലേക്കുള്ള ഡിഫൻസ് ഡിറ്ററൻസ് അടങ്ങിയിരിക്കുന്നത്. റെഡ്യൂസ് ഇന്ത്യാസ് ട്രഡീഷണൽ അഡ്വാൻറ്റേജ് ഇൻ ജിയോഗ്രഫിക്കൽ ഡെപ്ത് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ ഡ്രോൺ ആക്രമണം അഥവാ പാകിസ്ഥാൻ തുടങ്ങുന്നെങ്കിൽ നമ്മൾ ഫസ്റ്റ് 24 hours നമുക്ക് എടുക്കേണ്ട ചില മുൻകരുതലുകളുണ്ട്. ആ മുൻകരുതൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വുഡ് നീഡ് എ സ്ട്രോങ് ഏർലി വാർണിംഗ് സിസ്റ്റം. അത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതുപോലെ ലേയേർഡ് എയർ ഡിഫൻസ് കേപ്പബിലിറ്റീസ്, അതും നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ ഫ്യൂച്ചർ കോൺഫ്ലിക്റ്റ്, അതായത് നമ്മളുടെ ആദ്യത്തെ ദിവസം യുദ്ധം തുടങ്ങുന്ന ടൈമിൽ തന്നെ നമുക്ക് ഈ വക കാര്യങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കരുതലോടുകൂടി മുന്നോട്ട് നീങ്ങേണ്ടിയിരിക്കുന്നു. ഏർലി വാർണിംഗ് സിസ്റ്റം നമ്മൾ ഏറ്റവും പെട്ടെന്ന് തന്നെ, എത്രയും വേഗം തന്നെ അത് നടപ്പിലാക്കുക. ഏതൊക്കെ മേഖലകൾ, ബോർഡറിൽ നിന്നും ഇത്ര കിലോമീറ്റർ പരിധിയിൽ കൃത്യമായിട്ട് പാകിസ്ഥാൻ്റെ സൈഡിൽ ഈ ഏർലി വാർണിംഗ് അലാറം സിസ്റ്റം നമ്മൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യണം, അത് വർക്ക് ചെയ്യണം. അതാണ് പ്രധാനപ്പെട്ട വിഷയം. അല്ലെങ്കിൽ അലാറം സെറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതിലുപരി നമ്മൾ ലേയേർഡ് എയർ ഡിഫൻസ് സിസ്റ്റം നമ്മൾ തയ്യാറാക്കണം. ഇതിനകത്ത് ഉക്രൈന് നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. അവരുടെ വാർ ടൈം സ്ട്രാറ്റജിക് ഡിപ്ലോമസിയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും തന്നെ ഇതിനകത്ത് പറയാൻ കഴിയില്ല. പാകിസ്ഥാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉക്രൈൻ ഡ്രോൺ മാനുഫാക്ചറിങ് അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യും, അത് 100% ഉറപ്പുള്ള കാര്യമാണ്. ഉക്രൈൻ പാകിസ്ഥാനുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ സ്ട്രാറ്റജിക്കലി ഉക്രൈന് ഏത് തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കാൻ കഴിയും, അവിടെ ഇന്ത്യ തീർച്ചയായിട്ടും ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കേണ്ടി വരും. അതാണ് ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫ്യൂച്ചറിൽ ഡ്രോൺ വാർഫെയർ, ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ആ ഒരു പഴയ യുദ്ധരീതി ഉണ്ടല്ലോ, അതിൻ്റെ സ്ട്രാറ്റജിയിൽ വലിയ മാറ്റം വരുത്താൻ പോകുന്നു എന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ മിലിറ്ററി ഇക്വേഷൻ തന്നെ ചേഞ്ച് ആകും എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യ നീഡ്സ് ടു പ്രിപ്പയർ ഫോർ ദ പോസിബിലിറ്റി ഓഫ് ലാർജ് സ്കെയിൽ, ലോ കോസ്റ്റ്, ലോങ് റേഞ്ച് ഡ്രോൺ അറ്റാക്സ്. അപ്പം അതിന് തയ്യാറെടുത്ത് വേണം ഇന്ത്യ മുന്നോട്ട് നീങ്ങാൻ. അല്ലാതെ നമ്മൾ ഉക്രൈനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇത്തരത്തിലുള്ള മാനുഫാക്ചറിങ് യൂണിറ്റുകൾ പാകിസ്ഥാൻ ഇനി ഉക്രൈനിൻ്റെ അടുത്തു നിന്നല്ല വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ കയ്യിൽ നിന്നും സ്വന്തമാക്കിയാലും ഇന്ത്യക്ക് ഈ പ്രശ്നം നേരിടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഡ്രോണുകളെ എങ്ങനെ ചേർത്ത് ഇൻ്റർസെപ്റ്റ് ചെയ്ത് അതിനെ ഡൗൺ ചെയ്യാം എന്നുള്ള വിഷയത്തിൽ നമ്മൾ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. പല പ്രൈവറ്റ് കമ്പനികൾക്കും ഡ്രോൺ ഇൻ്റർസെപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റുകളിൽ ഫോക്കസ് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ എയ്ഡ് കൊടുത്ത് അതിൽ R&D വർക്കിൽ കൂടുതൽ ഫണ്ട് മുടക്കി ആ മേഖലയിൽ കൂടുതൽ നമ്മൾ ഡെവലപ്പായി മുന്നോട്ട് വരേണ്ടതുണ്ട്. അത് നമ്മുടെ ലേയേർഡ് എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് ഡ്രോണുകളെ അത് ഏർലി വാർണിംഗ് കൊടുത്തുകൊണ്ട് ഡിറ്റക്റ്റ് ചെയ്ത് ഇൻ്റർസെപ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ വിഷയത്തിൽ ഫ്യൂച്ചറിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും റഷ്യ ഉക്രൈനെ ഒരു ഡ്രോൺ മാനുഫാക്ചറിങ് ഹബ്ബായി മാറ്റി. അതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ. ശരിക്കും പറഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ പണ്ട് തന്നെ അമേരിക്കയോടൊപ്പം തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരു വൻ ശക്തിയാണ് ഞങ്ങൾ എന്നുള്ള രീതിയിൽ നിന്നിരുന്ന ഒരു കാലഘട്ടം സോവിയറ്റ് എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് റഷ്യ പലതരത്തിൽ അമേരിക്കയുമായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ബാലൻസിങ് പവറായിട്ട് തുടരുന്നെങ്കിലും ഈ ഉക്രൈനുമായിട്ട് ഉണ്ടാക്കിയ യുദ്ധം അത് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റാതെ പോയതും അത് 4 വർഷത്തിലധികം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടതും ഉക്രൈന് ഗുണം ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഉക്രൈൻ സ്വയം പര്യാപ്തത,
അവരുടെ അറ്റ്ലീസ്റ്റ് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവർ സ്വന്തമായി തന്നെ ഉൽപ്പാദിപ്പിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് ഒരു കണക്കിന് റഷ്യ മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇതിന് വലിയൊരു പങ്കുണ്ട്. കാരണം ആയുധങ്ങൾ തരില്ല, ഫണ്ട് തരില്ല, എയ്ഡ് തരില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ സ്ട്രിക്റ്റായിട്ട് കുറേ പോളിസികൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചതുകൊണ്ട് തന്നെ ഉക്രൈന് സ്വയം ആയുധങ്ങൾ നിർമ്മിച്ച് റഷ്യക്കെതിരെ ചേർത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഉക്രൈൻ എത്തിപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് അവർ ഏറ്റവും എഫക്റ്റീവായിട്ട് അവർക്ക് ലോ കോസ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഡ്രോൺ നിർമ്മാണത്തിലാണ് അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത്. ഈ ഡ്രോൺ വെച്ചിട്ട് റഷ്യക്കുള്ളിൽ നിരവധി ഏരിയകളിൽ ഉക്രൈൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഓയിൽ റിഫൈനറികളൊക്കെ തകർത്ത് തരിപ്പണമാക്കിയത് ഇത്തരത്തിലുള്ള ടാർഗറ്റീവ് ഡ്രോൺ അറ്റാക്കുകൾ കൊണ്ടാണ്. ഇപ്പോഴും വൈൽഡ് ബെറീസ് എന്ന് പറഞ്ഞ ഇ കൊമേഴ്സ് കമ്പനിയുടെ ലോജിസ്റ്റിക് ഹബ്ബുകൾ മൊത്തത്തിൽ തകർത്ത് കളഞ്ഞതും ഇത്തരത്തിലുള്ള ഡ്രോൺ ആക്രമണങ്ങൾ കൊണ്ടാണ്. ഇന്നലെ ഫ്ലെമിംഗോ മിസൈൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് റഷ്യക്കുള്ളിൽ ആക്രമണം നടത്തിയിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ ഉക്രൈൻ ഉപയോഗിക്കുന്നത് ഡ്രോണുകളാണ്. ആ ഡ്രോണുകൾ റഷ്യക്ക് തന്നെ പൂർണ്ണമായിട്ടും ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇന്നലെ 844 ഡ്രോൺ അയച്ചതിൽ 600 എണ്ണം മോസ്കോയ്ക്കെതിരെയാണ് ഉക്രൈൻ അയച്ചു വെച്ചത്. അതിൽ തന്നെ വൈൽഡ് ബെറീസിൻ്റെ 30 ലോജിസ്റ്റിക് ഹബ്ബുകളുണ്ട്. അതിൽ 14 എണ്ണം കത്തി നശിച്ചു പോയിരിക്കുകയാണ്, 3 എണ്ണം ഭാഗികമായിട്ട് കത്തി നശിച്ചിരിക്കുകയാണ്, 14 എണ്ണം പൂർണ്ണമായിട്ടും കത്തി നശിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ റഷ്യയും വല്ലാത്ത രീതിയിൽ ഈ ഡ്രോണിനെ ചെറുത്ത് തോൽപ്പിക്കാൻ പെടാപ്പാട് പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് മുന്നോട്ട് വരണം ഈ വിഷയത്തിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ ആക്രമണം നടന്നതിന് ശേഷം മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ടെക്നോളജിയിൽ പിന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വീഡിയോ. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.